രണ്ടാം വാർഡില് 22ാം വാർഡിലെ വോട്ടർമാരോട് എന്താണ് മെയിനായിട്ട് പറയാനുള്ളത്? ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ വീടുകൾ ചെന്നപ്പോഴും നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ വാർഡിലെ പ്രശ്നങ്ങൾ, അവരനുഭവിക്കുന്ന വിഷയങ്ങൾ, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസം, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഒരു മെമ്പർ എന്നുള്ള നിലക്ക് പുറത്തു നിന്നും ഫണ്ട് ലഭ്യമാക്കി കൊണ്ടുവരേണ്ട വികസന പ്രവർത്തനം അതിനനുസരിച്ച് തന്നെ പ്രാവർത്തികമാക്കും എന്ന് തന്നെയാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. പിന്നെ പഞ്ചായത്തിൻ്റെ ഒരു മെമ്പർ എന്നുള്ള നിലക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഏത് സമയത്തും അവർക്ക് വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാകുന്ന ഒരു മെമ്പറായി മാറാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കാര്യങ്ങൾ അത് പ്രവർത്തിച്ചിട്ടുണ്ട്. സർവശക്തൻ ആയുസ്സും ആരോഗ്യമൊക്കെ തരികയാണെങ്കിൽ ഈ വാർഡിലും അതുപോലെ തന്നെ ഒരു പ്രയാസമില്ലാതെ കഴിഞ്ഞ കാലങ്ങൾക്ക് അതേപോലെ തന്നെ ഈ വാർഡിലും എല്ലാവരുടെയും നല്ല രീതിയിൽ അവരുടെ എല്ലാ രീതിയിലും സഹായിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നതിന് നിങ്ങളെല്ലാവരും ഈ പ്രദേശത്തുള്ള ഓരോ വോട്ടർമാരും എനിക്ക് എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വാർഡിൽ നമുക്കറിയാം, നമ്മളെ മൂഴിക്കലോടുമായി ബന്ധപ്പെട്ടൊക്കെ അവിടുത്തെ വെള്ളം കയറുന്ന പ്രശ്നം, ഈ 2 മൂഴിക്കൽ പുൽപ്പറമ്പ് ഏരിയ എന്ന് പറഞ്ഞ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന പുഴയോട് ചാരി നിൽക്കുന്ന ഭാഗങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളായ ഏരിയയിലുള്ള വീട്ടുകാർക്കൊക്കെ ഉണ്ട്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നതാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു പഞ്ചായത്തിനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്ത് നമ്മൾ ഫണ്ട് ലഭ്യമാക്കേണ്ട സംവിധാനങ്ങളാണ്. അത് അതിനനുസരിച്ച് MLA ശ്രദ്ധയിൽപ്പെടുത്തി അതിനനുസരിച്ച് ഗവൺമെൻറ് തലത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. ബാക്കി പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാവുന്ന ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അങ്ങനെയുള്ള എല്ലാ പദ്ധതികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഭാഗങ്ങളിൽ അവർ ഇത്ര കാലങ്ങളായിട്ട് അവർ ആവശ്യപ്പെടുന്ന സംഗതികളൊക്കെ പൂർത്തീകരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള ശ്രമം നടത്തും. പിന്നെ വാർഡില് ഉൾപ്പെട്ടതാണ് മമ്പുറം മക്കാമ്. അതെ, മമ്പുറം മക്കാമിന്റെ എന്തെങ്കിലും ടൂറിസം സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടോ? നമുക്കറിയാം, ഒരുപാട് തീർത്ഥാടകർ ഒരുപാട് മമ്പുറത്ത് പുതുസമാന മണ്ണിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തങ്ങപ്പാപ്പൻ്റെ ചാരത്ത് ഒരുപാട് തീർത്ഥാടകർ വരുന്നവരാണ്. അവർക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളും പ്രയാസങ്ങളും അവിടുത്തെ ഒരു ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. അതിൽ ഏതെങ്കിലും നിലക്ക് നമ്മൾ അവിടുത്തെ മാനേജിംഗ് കമ്മിറ്റിയൊക്കെ സംസാരിച്ച് അത് ഏതെങ്കിലും നിലക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നാട്ടുകാർക്കും വരുന്ന തീർത്ഥാടകർക്കും പ്രയാസമില്ലാത്ത രൂപത്തിലേക്ക് ഏതെങ്കിലും നിലക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടില്ല. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികളൊക്കെ നമ്മൾ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തുവന്നു പൂർണ്ണ ആത്മവിശ്വാസത്തിലാണോ? തീർച്ചയായിട്ടും ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ UDF ഒറ്റക്കെട്ടാണ്. കാരണം റഷീദ് സംബന്ധിച്ചിടത്തോളം നമ്മൾ നിഷ്പക്ഷ വോട്ടുകൾ കുറേ വീഴുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് വികസനമാണ്, ക്രിയേറ്റീവായിട്ടുള്ള കുറേ പദ്ധതികൾ, കുറേ ആശയങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ആ ആശയങ്ങളാണ് കഴിഞ്ഞ 20ാം വാർഡിൽ അദ്ദേഹം പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. അത് പൊതുജനം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുക തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. യുവാക്കളോടും പുതിയ തലമുറകളോടും ഇപ്പോൾ AI കാലാണ്, പുതിയ ജനറേഷനാണ്, അവർക്ക് എന്തെങ്കിലും പ്ലാനോ അങ്ങനെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? നമുക്കറിയാം, നമുക്ക് ഇപ്പോഴത്തെ ഈ AI കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള അറിയാം അവരുടെ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ, അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഏതെങ്കിലും നിലക്ക് അവരെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഏത് നിലക്കാണോ അവരുടേതായിട്ടുള്ള ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അത് അവരുടെ ആവശ്യങ്ങളെ പരിഗണിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഡ്രസ്സ് ചെയ്ത് അവർക്ക് ഏതെങ്കിലും നിലക്ക് നമുക്ക് ഈ വാർഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കും. അതിനനുസരിച്ച് നമ്മൾ സെപ്പറേറ്റ് അവരുടെ ഒരു മീറ്റിംഗ് തന്നെ വിളിച്ച് അവരുടെ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് പങ്കുവെക്കുന്നുള്ള ഒരു മീറ്റിംഗ് തന്നെ വിളിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടി നടന്നിട്ട് അതിനനുസരിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് ആവശ്യമുള്ളത് എന്താണോ ആ രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തും. പിന്നെ അതുമാത്രമല്ല, ഒരുപാട് പേര് ഡിഗ്രി ഹോൾഡേഴ്സ് ഉണ്ട്, ജോലിയില്ലാതെ. അതുപോലെ പഠനം പൂർത്തിയായിട്ടും അവർക്ക് വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനത്തെ കരിയർ ഗൈഡൻസ് പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നമ്മൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് അതുമായി ബന്ധപ്പെട്ട നമ്മുടെ സംരംഭകത്വവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ജോബ് വേക്കൻസിയുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സംരംഭകർക്ക് എന്താണോ അവർക്ക് ആവശ്യമുള്ള അവർക്കുള്ള സഹായങ്ങൾ, അതേപോലെ തന്നെ ജോബ് അന്വേഷിക്കുന്നവർക്ക് നമ്മളൊരു സംഗമം തന്നെ അവിടെ നടത്തിയിരുന്നു. അപ്പോൾ ഏതൊക്കെ തൊഴിലാളികൾ ആവശ്യമുള്ളവർക്കും അതിനനുസരിച്ച് ഏത് നിലയിലാണോ നമ്മൾ കോൺടാക്ട് ചെയ്ത് അവരുടെ ടൈപ്പ് നടത്തി അതിന് കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. വരും നാളുകളിലും പ്രത്യേകിച്ച് ഈ മമ്പുറത്തിൻ്റെ മണ്ണിൽ ഒരുപാട് കുട്ടികൾ നമ്മൾ പഠിക്കുന്ന ഒരുപാട് നല്ല ഹൈ ലെവലിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ ഉപയോഗപ്പെടുത്തി അവർക്കും കൂടി ബാക്കിയുള്ളവർക്ക് കൂടി ഈ നാടിന് മൊത്തം അവരുടെ സ്നേഹം കിട്ടുന്ന രൂപത്തിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ വികസന കാഴ്ചപ്പാടുകളെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്.